അതിശക്തനായ മലയ്ക്ക് തുല്യമായ ഇളകാൻ സാധ്യതയില്ലാത്ത പുരാണത്തിലെ ഭാര്യയെ പോലല്ല, ഭരണപക്ഷത്ത് നിൽക്കുന്ന ശക്തനായ വ്യക്തിയാണ് നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയുടെ ആവശ്യമില്ലാതെ എന്ന് വെല്ലുവിളിക്കാൻ പോയിട്ട് ലോകമാധ്യമങ്ങളാണെങ്കിൽ പോലും ഞാൻ പറയുക, അവർക്കെല്ലാം സ്വയം തിരുത്തേണ്ടി വരും. മഹാത്മാഗാന്ധിയുടെ പ്രതിമയെ നോക്കിയിട്ട് ആ വർണ്ണവെറിയന്റെ ലൈംഗിക വേട്ടക്കാരന്റെ പ്രതിമ നിങ്ങൾ എന്നെടുത്തെറിയുമെന്ന് ചോദിച്ച പീറ്റർ പെട്ടി സുവിശേഷകന്റെ നാടാണ് അമേരിക്ക. ജനാധിപത്യമുള്ള രാജ്യങ്ങൾ ചൈനയിൽ നിന്ന് വളരെ പുറകോട്ട് മാറി നിൽക്കുന്നു, ഇന്ത്യ പോലെ രാജ്യങ്ങൾ. അതിന് കാരണം ജനാധിപത്യം വികസനത്തിന് സഹായിക്കുന്ന ഒരു വ്യവസ്ഥയല്ലെന്ന് അവർക്ക് സ്ഥാപിക്കണം. ആ ഒരു ബോധ്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് 64 രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ വർഷം, അമേരിക്കയുടെ പ്രസിഡന്റിനെ ഉൾപ്പെടെ ഇലക്ട് ചെയ്യുന്ന ഈ വർഷം, യൂറോപ്യൻ യൂണിയനിൽ ഇലക്ഷൻ വരാൻ പോവുക. ഈ സന്ദർഭത്തില് ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് തന്നെ എതിരെയുള്ളൊരു ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നു. നമ്മൾ വെടക്കാക്കി തനിക്കാക്കാന്ന് പറയുന്നത്. ഭാരതത്തിന്റെ സാമ്പത്തിക വളർച്ചയും ശക്തിയെയും ഭാരതത്തിന്റെ സാധ്യതകളെയും വ്യക്തമായിട്ട് അറിയാവുന്ന രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങളൊക്കെ. നമസ്കാരം. സീക്കിംഗ് ദ ട്രൂത്ത്, വിവാദങ്ങൾക്ക് പിന്നിലെ സത്യങ്ങൾ അന്വേഷിക്കുന്ന ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഭാരതത്തിലെ പൊതു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനോ പാളം തെറ്റിക്കാനോ വിദേശ ഗൂഢാലോചന നിലവിലുണ്ടോ? അങ്ങനെ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ടോ? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ കേൾക്കുന്ന ഒരു വിഷയമാണ് ഇത്. വളരെ സുസംഘടിതമായി ചില സംഘടനകളെ ഉപയോഗിച്ച്, ചില വ്യക്തികളെ ഉപയോഗിച്ച്, ചിലപ്പോഴൊക്കെ ചില വിദേശ രാജ്യങ്ങളിലെ സർക്കാരുകളെ തന്നെ ഉപയോഗിച്ചുകൊണ്ട്, തീവ്രവാദി സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തിനുള്ളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൻ്റെ ബാലൻസ് തെറ്റിക്കാനായി ആരൊക്കെയോ കർട്ടന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് തെളിയിക്കുന്ന, അല്ലെങ്കിൽ ഇത് ശരിയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്ന തെളിവുകൾ പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ഭാരതത്തിലെ പ്രതിപക്ഷ കക്ഷികളും ഒരുപക്ഷെ BJP ഒഴിച്ചുള്ള മറ്റ് രാഷ്ട്രീയ കക്ഷികളും അതേപോലെ പ്രതിപക്ഷത്തും അതുപോലെ നമ്മളുടെ മാധ്യമങ്ങളുമൊക്കെ ഈ ഒരു തിയറി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഒരുപക്ഷെ അതിന് കാരണം അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് നിലവിലുള്ള മോദി സർക്കാരിന് ഗുണകരമാകുമോ എന്ന ഭയമായിരിക്കാം. നമ്മൾക്കറിയാം, ഭാരതത്തിലെ പൊതു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങൾക്കും വിദേശ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട സംഘടനകൾക്കും വ്യക്തികൾക്കും ഒക്കെ ഇതൊരു എപ്പോഴും ശ്രദ്ധാകേന്ദ്രവുമാണ്. പലപ്പോഴും വിദേശ രാജ്യങ്ങൾ അവരുടെ പ്രതിനിധികളെ ഇവിടുത്തെ ഭാരതത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ നിരീക്ഷകരായി പോലും അയക്കാറുണ്ട്. പക്ഷേ ഇത് അതിനൊക്കെ അപ്പുറമുള്ള ഒരു കാര്യമാണ്, വലിയ ഒരു ആരോപണമാണ്, ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ്. ഭാരതത്തിലെ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ BJP നേതാക്കന്മാരോ മാത്രമല്ല പറയുന്നത്. റഷ്യ പോലെ ഒരു ആഗോളതലത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യം തന്നെ ഇന്ന് മുന്നോട്ട് വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം റഷ്യയുടെ ഫോറിൻ മിനിസ്ട്രിയുടെ സ്പോക്സ് പേഴ്സൻ്റേതായ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. ഭാരതത്തിനുള്ളിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ, അതിൻ്റെ ബാലൻസ് തെറ്റിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നു, വൈറ്റ് ഹൗസ് ശ്രമിക്കുന്നു എന്ന് വളരെ വ്യക്തമായി തന്നെ റഷ്യയും ആരോപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയ കാര്യമല്ല. ഈ വിഷയത്തിൻ്റെ ആഴങ്ങളിലേക്കാണ് ഇന്നത്തെ ഈ ചർച്ച ഞങ്ങൾ കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ട് ഭാരതത്തിലെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ മറ്റു വിദേശ രാജ്യങ്ങൾ ശ്രമിക്കണം, അവരെങ്ങനെയാണ് അത് ചെയ്യുന്നത്, അത് പ്രതിരോധിക്കാൻ ഭാരതത്തിന് സാധിക്കുന്നുണ്ടോ? ഈ വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ശ്രീ KV രാജശേഖരൻ ജി ഉണ്ട്. അദ്ദേഹം നമ്മളോട് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കും. സ്വാഗതം ഈ പരിപാടിയിലേക്ക്. ഞാൻ പറഞ്ഞ ഇൻട്രൊഡക്ഷനിൽ ഏതാണ്ട് കാര്യങ്ങളുണ്ട്. ശരിക്കും ഇങ്ങനെ ഒരു കോൺസ്പിറസി ഉണ്ടോ? ആദ്യത്തെ ഒരു കാര്യം, റഷ്യ ഉയർത്തിയ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. തീർച്ചയായിട്ടും. ജോ ബൈഡന്റെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് സിനോഫോബിയ ഉണ്ടെന്നും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആരെങ്കിലും വരുന്നവരുടെ ഭയമുണ്ടെന്നും ഒരു സൂചന കൊടുത്തിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നടത്തിയ ആ പ്രസ്താവന, അതുപോലെ തന്നെ അമേരിക്ക ഈ മത സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അന്വേഷിക്കാനുള്ളൊരു പാനൽ, അതിന് അവരെ ആരാ ഏർപ്പാടാക്കിയെന്നറിയില്ല. ലോകത്തിൽ അങ്ങനെ ഒരു അവർക്കൊരു അധികാരം ആരും കൊടുത്തിട്ടൊന്നുമില്ല. ആ പാനല് ഈ സന്ദർഭത്തിൽ ഭാരതത്തിനെതിരെ നടത്തിയ റിപ്പോർട്ടുകൾ, അതുപോലെ തന്നെ
അവര് അവിടെ ഡൊണാൾഡ് ട്രംപിനെ തെരഞ്ഞെടുപ്പിനിടയ്ക്ക് കോടതികളിൽ നിന്ന് കോടതികളിലേക്ക് ഇട്ട് ഉരുട്ടുക. ആ സന്ദർഭത്തിലാണ് ഇവിടെ പറയുന്നത് കേജ്രിവാളിനെതിരെ അന്വേഷണം പാടില്ല എന്ന് പറയുന്നത്. ഇതൊക്കെ ഞാനിവിടെ നടക്കുന്നത്. അപ്പൊ റഷ്യ പറഞ്ഞ ആ കാര്യം ഭാരതത്തിലെ തെരഞ്ഞെടുപ്പിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി, അതിന്റെ ക്രെഡിബിലിറ്റി കളയാൻ വേണ്ടി അമേരിക്കൻ പരിശ്രമം ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. എങ്കിലും അതിലേക്ക് കൂടുതൽ ആഴത്തിൽ പോകുന്നതിന് മുമ്പ് ഞാൻ തിരിച്ചൊരു ചോദ്യം കൂടി ചോദിക്കാം. എന്റെ ചോദ്യം കേൾക്കണം. ഈ വർണ്ണവെറിയന്റെ, ആ ലൈംഗിക വേട്ടക്കാരന്റെ പ്രതിമ നിങ്ങൾ എന്ന് എടുത്ത് തെരുവിലേക്ക് എറിയും? പീറ്റർ ഫെഡറിക് എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരൻ 2017 വടക്കൻ കാലിഫോർണിയയില് ഒരു പ്രതിമയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൂടെയുള്ളവരോട് ചോദിച്ച പീറ്റർ ഫെഡറിക് ഒരു സുവിശേഷകനാണ്. ആ പ്രതിമ ആരുടെയാണെന്ന് അങ്ങേക്ക് ഊഹിക്കാൻ കഴിയുമോ? ആരുടെയാണത്? മഹാത്മാഗാന്ധിയുടെ. മഹാത്മാഗാന്ധിയുടെ പ്രതിമയെ നോക്കിയിട്ട് ഞാൻ കരുതി അത് അമേരിക്കയിലെ ഒരുപക്ഷെ അല്ല, അവരുടെ മഹാത്മാഗാന്ധിയുടെ പ്രതിമയെ നോക്കിയിട്ട് ആ വർണ്ണവെറിയന്റെ ലൈംഗിക വേട്ടക്കാരന്റെ പ്രതിമ നിങ്ങൾ എന്നെടുത്ത് എറിയുമെന്ന് ചോദിച്ച പീറ്റർ ഫെഡറിക് സുവിശേഷകന്റെ നാടാണ് അമേരിക്ക. അയാൾക്ക് ഗാന്ധിയോടുള്ള വിരോധം എന്താണെന്നറിയുമോ? ഗാന്ധിജിയോടല്ല, അതിന് വിവേകാനന്ദനോടും വിരോധമുണ്ട്. മതങ്ങളിൽ ശ്രേഷ്ഠം, മതങ്ങളുടെ മാതാവാണ് ഹിന്ദുമതമെന്ന് അമേരിക്ക ചെന്ന് പറഞ്ഞ് വിവേകാനന്ദനെ അയാൾക്ക് സഹിക്കാൻ പറ്റുമായിരുന്നില്ല. അതുപോലെ കറുത്ത വർഗക്കാർക്കെതിരെയുള്ള കറുത്തവർക്കാരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് കൂട്ടുന്ന മാർട്ടിൻ ലൂതർ കിങ് ഗുരുവായി കണക്കാക്കിയ മഹാത്മജിയെ സഹിക്കാൻ വയ്യായിരുന്നു. പക്ഷെ ഈ മനുഷ്യനാണ്, ഈ പീറ്റർ ഫെഡറിച്ചാണ് ഡൽഹിയിലെ കലാപത്തിന്, പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ഡൽഹിയിലെ കലാപത്തിന് മുമ്പ് ഉപയോഗിക്കാൻ തരത്തില് ടൂൾ കിറ്റ് തയ്യാറാക്കി കൊടുത്തയാള്. തീർച്ചയായിട്ടും ഇതില് ഈ ടൂൾ കിറ്റിന് ഒരു വളരെ പ്രധാന ഒരു കാര്യമുണ്ട്. നേരത്തെ അങ്ങ് പറഞ്ഞ ഒരു കാര്യം, ഇന്റർനാഷണൽ കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം എന്നാണ് കമ്മീഷന്റെ. ഇങ്ങനെ ഒരു കമ്മീഷൻ സ്വയം രൂപീകരിച്ച് ലോകത്തെമ്പാടും നടക്കുന്ന കാര്യങ്ങളിൽ സ്വന്തമായ ഒരു വ്യാഖ്യാനം ഉണ്ടാക്കിയെടുക്കാനും അത് ലോകം മൊത്തം പ്രചരിപ്പിക്കാനും അമേരിക്കയ്ക്ക് എന്ത് അധികാരമാണുള്ളത്? അത് തന്നെ ഞാൻ ആദ്യം പറഞ്ഞത്. ഒരധികാരമില്ലെന്ന് തന്നെയല്ല. എന്നിട്ടാണ് ഈ ഞാൻ ഈ പറഞ്ഞ പീറ്റർ ഫെഡറിച്ച് ചോദിക്കുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അമേരിക്കയിലെ പല പ്രദേശങ്ങളിലും ഗാന്ധിജിയുടെ പ്രതിമ തകർത്തിട്ടുണ്ട്. ആ രാജ്യത്ത് നിന്നാണ് പറയുന്നത് മത സ്വാതന്ത്ര്യത്തിന്റെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി വരുന്നത്. അത് മറ്റു രാജ്യങ്ങൾ ഇടപെടുന്നുള്ള വഴിയെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. എല്ലാം കഴിഞ്ഞിട്ട് പൗരത്വ ഭേദഗതി ബില്ലിന്റെ ഇവിടെ ഡൽഹിയിൽ പ്രശ്നമുണ്ടായി, കലാപമായപ്പം ആ കലാപം സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ വാർത്ത കൊടുക്കണം, എന്തൊക്കെയായിരിക്കണം തലേക്കെട്ട്. ഇതാണ് ടൂൾ കിറ്റ് എന്ന് പറയുന്നത്. ആ ടൂൾ കിറ്റ് ഉണ്ടാക്കി കൊടുത്ത ആള് ആ ടൂൾ കിറ്റ് തയ്യാറാക്കി നടത്തിയ ഓപ്പറേഷന്റെ വിപുലമായ രീതിയാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് അമേരിക്കയിൽ നിന്ന് അമേരിക്ക പ്രഭവ കേന്ദ്രമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ. ഇത് വളരെ കൃത്യമായിട്ട് ഇന്ന് റഷ്യ പറഞ്ഞ 1-2 പോയിന്റ്സ് നമ്മുടെ പ്രേക്ഷകരും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, റഷ്യയുടെ മറിയ ഷറക്കോവ എന്ന് പറയുന്ന റഷ്യയുടെ വിദേശകാര്യ വകുപ്പിൻ്റെ സ്പോക്സ് പേഴ്സൺ, വക്താവ് പറഞ്ഞ കാര്യങ്ങളാണ്. ശക്തമായിട്ട് ഭാരതത്തിന് വേണ്ടിയിട്ടാണ് റഷ്യ ഈ ഒരു വിഷയത്തിൽ മുന്നോട്ട് വന്നത്. റഷ്യ പറഞ്ഞതിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇത് വൈറ്റ് ഹൗസ് ഭാരതത്തിനുള്ളിലെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ സങ്കീർണമാക്കാൻ ശ്രമിക്കുന്നു, കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇത് ഭാരതത്തോടുള്ള അമേരിക്കയുടെ അനാദരവാണ് കാണിക്കുന്നത്. അനാദരവ് കാണിക്കുന്ന ഒരു പ്രവർത്തനമാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് റഷ്യ പറഞ്ഞത്. ഇത് കൊളോണിയൽ മെൻറ്റാലിറ്റിയാണ്, പഴയ കൊളോണിയൽ സംസ്കാരത്തിൻ്റെ ശേഷിപ്പാണ് എന്നും റഷ്യ പറഞ്ഞു. ഒരുപക്ഷെ ഇത് ഭാരതത്തിനുള്ളിലെ പ്രതിപക്ഷ കക്ഷികളെക്കാൾ കൂടുതൽ ഇതിൻ്റെ അപകടം ഇപ്പോൾ മനസ്സിലാക്കിയത് റഷ്യയാണെന്ന് പറയേണ്ടി വരും.
അവിടെ ഒരു വ്യത്യാസമുണ്ട്. റഷ്യ അത് പറയുന്നത് ഒരു കാഴ്ചക്കാരനായിട്ട് പറയുന്നതാണ്. ഭാരതത്തിനുള്ളിലെ പ്രതിപക്ഷ കക്ഷികൾ അതിൽ പങ്കാളികളാണ്. ദേ ആർ പാർട്ടിസിപ്പൻസ് ഇൻ ഇറ്റ്. അവർ പങ്കാളികളാകുമ്പോൾ അവർ പറയില്ലല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്തായിരിക്കും ചിന്തിക്കുന്നത്? ഈ സങ്കുചിതമായിട്ട് ഇത് മോദിക്കെതിരെയാണ്, BJP-ക്കെതിരെയാണ് എന്നുള്ളതാണ്. പക്ഷെ ഇത് അവിടെ നിൽക്കാൻ പോകുന്നില്ല. അല്ല, കാരണം മഹാത്മാഗാന്ധിക്കെതിരായിരുന്നു, ഇന്ദിരാഗാന്ധിക്കെതിരായിരുന്നു. ഒന്നും വേണ്ട, സോണിയാഗാന്ധിയെ പ്രധാനമന്ത്രിയാകാൻ അനുവദിക്കാതെ മൻമോഹൻ സിംഗിനെ കൊണ്ടുവന്നതിനകത്ത് ഒരു ചെറിയ ഇടപെടൽ അവിടെയുണ്ട്. കാരണം സോണിയ പണ്ട് KGB ഏജന്റ് ആയിരുന്നുകൊണ്ട് കൊണ്ടുവരാൻ സമ്മതിക്കാൻ അമേരിക്ക ഇടപെട്ടിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ ഓരോ ഘട്ടങ്ങളിലും ആരാണോ ഭാരതത്തെ ഭദ്രമാക്കി നിർത്തുന്നതിനും വികസിപ്പിക്കുന്നതിനും കഴിവുണ്ടെന്ന് ഓരോ കാലഘട്ടത്തിലും ആരെക്കുറിച്ചാണ് തോന്നലുണ്ടാകുന്നത്, ആ ആളിനെയോ ആ വ്യവസ്ഥയോ തകർക്കാൻ വേണ്ടി ഇവിടെയുള്ള പ്രതിപക്ഷങ്ങളെ എല്ലാം കൂട്ടുപിടിക്കും. ഇവിടെ ഓക്കേസത്തിന്റെ വേറൊരു വഴി, എതിർക്കാൻ താല്പര്യമുള്ള ആരൊക്കെ ഇവിടെ ഉണ്ടോ എന്തിന്റെ പേരെ എതിർക്കട്ടെ, ആ ഒരു അപ്രോച്ചാണ് അമേരിക്ക മാത്രമല്ല, അമേരിക്കയും ചൈനയും പാകിസ്ഥാനും മറ്റു പല പാശ്ചാത്യ രാജ്യങ്ങളും ഇവരെല്ലാം എടുക്കുന്ന ഈ ഒരു നടപടി എടുക്കുന്നത്. തീർച്ചയായിട്ടും. ഞാൻ അങ്ങയുടെ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത്, അതായത് നമ്മളിങ്ങനെ കോൺസ്പിറസി ഉണ്ട്, അതാ ഗൂഢാലോചന, അത് ഗൂഢാലോചന, പക്ഷേ ഇത് എങ്ങനെ നമ്മൾക്ക് ഇതിനെ ഒന്ന് വിശ്വസിക്കാം? അതായത് ഇന്ന കാരണങ്ങൾ കൊണ്ട് തീർച്ചയായിട്ടും ദർ ഇസ് ആൻ ഇൻ്റർനാഷണൽ കോൺസ്പിറസി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു 3-4 ഘടകങ്ങളെ അതൊക്കെയായിരിക്കും? പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് അന്തർദേശീയ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, അതിപ്പോൾ ന്യൂയോർക്ക് ടൈംസിലാണെങ്കിലും വാഷിംഗ്ടൺ പോസ്റ്റിലാണെങ്കിലും അതുപോലെ മറ്റേ ബ്ലൂംബെർഗിന്റെ മാധ്യമങ്ങളിലാണെങ്കിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളെല്ലാം ഒരുമാതിരി മുൻവിധിയോട് കൂടിയാണ്. ഇവിടെ ജനാധിപത്യം തകരാൻ പോകുന്നു, ഓട്ടോക്രസിയാണ്, ഏകാധിപത്യമാണ്. ഇതിനിടയ്ക്ക് വേറൊന്നും കൂടെ, രസകരമായ വേറൊന്നും കൂടെ ഉണ്ട്. അത് ഞാൻ അടുത്ത കാലത്ത് വായിച്ചതാണ്, എന്തെങ്കിലും അതിൻ്റെ റെക്കോർഡുണ്ട്. അതായത് ഇത് ഓട്ടോക്രസി ആണെങ്കിൽ പോലും എഫിഷ്യൻ്റ് ആണെന്ന് അംഗീകരിക്കുന്നു. അപ്പോൾ ഭാരതം ഒരു ജനാധിപത്യ രാജ്യമല്ല എന്നുള്ള ഒരു നരേറ്റീവ് സ്ഥാപിച്ചെടുക്കണം, അതായിരിക്കണം ഉദ്ദേശിക്കുന്നത്. ഒരു സെക്കൻഡ് തന്നെ അനുവദിക്കുന്നെങ്കിൽ അത് ഭാരതത്തിനെ മാത്രം അറ്റാക്ക് ചെയ്തൊരു സംഗതി അല്ലാതെ ഈ സംഭവം പോലും ഡെമോക്രസി എന്ന സിസ്റ്റത്തെ തന്നെ ആക്രമിക്കുകയാണ്. കാരണം ഇതിനകത്തുള്ള ചൈനയുടെ റോള് നമുക്ക് വിടാൻ പറ്റില്ല. ചൈന ഇപ്പം കൊണ്ടുവരുന്നത്, ജനാധിപത്യം ഇല്ലാത്ത ചൈന വികസിക്കുന്നു, ജനാധിപത്യമുള്ള രാജ്യങ്ങൾ ചൈനയിൽ നിന്ന് വളരെ പുറകോട്ട് മാറി നിൽക്കുന്നു, ഇന്ത്യ പോലെ രാജ്യങ്ങൾ. അതിന് കാരണം ജനാധിപത്യം വികസനത്തിന് സഹായിക്കുന്ന ഒരു വ്യവസ്ഥയല്ലെന്ന് അവർക്ക് സ്ഥാപിക്കണം. ആ ഒരു ബോധ്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് 64 രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ വർഷം, അമേരിക്കയുടെ പ്രസിഡന്റിനെ ഉൾപ്പെടെ ഇലക്ട് ചെയ്യുന്ന ഈ വർഷം, യൂറോപ്യൻ യൂണിയനിൽ ഇലക്ഷൻ വരാൻ പോവുക. ഈ സന്ദർഭത്തിൽ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് തന്നെ എതിരെയുള്ളൊരു ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇത് ഈ ഓരോ മാധ്യമങ്ങളിൽ എഴുതി വരുന്നെന്ന് പറഞ്ഞാൽ അത് ഫണ്ടാണ്. മാധ്യമങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്ര ഫണ്ട് ജോർജ് സൊറോസിന്റെ അടുത്താണെങ്കിലും ബ്ലൂംബെർഗിന് സ്വന്തമായിട്ട് തന്നെ ഇതാണ്. ഈ ഫണ്ട് വരുന്നിടത്തു നിന്നാണ് അവരെ അങ്ങനെ സ്വാധീനിക്കുന്നു. മാധ്യമങ്ങൾ ഇത് ചെയ്യുന്നത് ഒരിക്കലും മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ സ്വന്തം താല്പര്യം വെച്ചിട്ടല്ല, സ്വതന്ത്ര മാധ്യമ പ്രവർത്തനമല്ല. ഇത് ചെയ്യുന്നത് സ്വാധീനം ചെയ്യുന്ന ശക്തികൾ, അത് അമേരിക്ക ആണെങ്കിലും ചൈനയാണെങ്കിലും പാകിസ്ഥാൻ പണം കൊടുക്കുന്നില്ല. ഇവരിത് ചെയ്യുന്നെന്ന് പറയുന്നതിന്റെ വ്യക്തമായ തെളിവാണ് നമ്മൾ കാണുന്ന കാഴ്ചകൾ. ടൂൾ കിറ്റിന്റെ കാര്യത്തിൽ പിടിച്ചതല്ലേ, കൃത്യമായി പിടിച്ചതല്ലേ. അതുപോലെ ഓരോ വാർത്തകൾ വരുന്നതും ഇലക്ഷനെ കുറിച്ച് പോലും തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു വാർത്ത കൊടുത്തു. മോദിയുടെ ക്യാമ്പയിൻ ഏതാണ്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവര് തന്നെ ഇപ്പൊ വോട്ട് എണ്ണുന്നതിന് മുമ്പ് തന്നെ പറയുന്നു മോദി തന്നെ വീണ്ടും വരും, ഇതും പറയുന്നുണ്ട്. ഇത് തുടക്കത്തിൽ ഒരു നരേറ്റീവ് ഉണ്ടാക്കിയെടുക്കുകയും അതിനുവേണ്ടി അങ്ങനെ ഒന്ന് സ്ഥാപിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്ന, അവർക്ക് തന്നെ അറിയാം ഇത് നടക്കുന്നത്. അതറിയണമെന്നുണ്ടെങ്കിൽ വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ന്യൂയോർക്ക് ടൈംസിന്റെ ഒക്കെ 2019 വാർത്തകളുടെ തലക്കെട്ടുകൾ നോക്കണം. ഇപ്പൊ 2024 നോക്കണം, സെയിം ആണ്, ഏതാണ്ട് ഐഡന്റിക്കലാ. ഇതെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുക നേരത്തെ തന്നെ. നമ്മുടെ ഈ കേരളത്തിലെ പത്രങ്ങള് റിസൾട്ട് വരുന്നതിന് മുമ്പ് റെഡിയാക്കി വെക്കുന്ന പോലെ ഇപ്പോഴും ആക്കി വെച്ചിട്ടുണ്ടാവും. അവരെല്ലാം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് സംഗതി. സോ ഇവര് ചെയ്യുന്ന കാര്യത്തിന് സത്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അല്ല, ഇത് മോദിക്കെതിരായിട്ടുള്ള വിരോധമാണോ, BJP-ക്കെതിരായിട്ടുള്ള വിരോധമാണോ, രാജ്യത്തിനെതിരായിട്ടുള്ള വിരോധമാണോ, എന്തായിരിക്കും ഇതിന്റെ പിന്നിലുള്ള? ഇതിനകത്ത് 2 കാര്യമുള്ളത്. ഒന്ന്,
ഭാരതത്തിനെതിരെയുള്ള വിരോധം, പിന്നെ ഹൈന്ദവ സംസ്കൃതിക്കെതിരെയുള്ള വിരോധം. 2, വിരോധത്തിനെക്കാട്ടിലപ്പുറം വേറൊരു ഘടകങ്ങളുണ്ട്. നമ്മൾ വെടക്കാക്കി തനിക്കാക്കാന്ന് പറയും. ഭാരതത്തിന്റെ സാമ്പത്തിക വളർച്ചയും ശക്തിയെയും ഭാരതത്തിന്റെ സാധ്യതകളെയും വ്യക്തമായിട്ട് അറിയാവുന്ന രാജ്യങ്ങൾ ഈ രാജ്യങ്ങളൊക്കെ. അപ്പൊ അവർ കരുതുന്നത് ഒരു ശക്തിയില്ലാത്ത സംവിധാനം ആണുള്ളതെങ്കിൽ, ശക്തനല്ലാത്തൊരു ഭരണാധികാരിയാണെന്നുള്ളതെങ്കിൽ ഞങ്ങൾക്ക് ഇടപെട്ട് ചൂഷണത്തിനുള്ള സാധ്യതകൾ വർദ്ധിക്കും, സാമ്പത്തികമായ അധിനിവേശത്തിനുള്ള സാധ്യതകൾ പാശ്ചാത്യ രാജ്യങ്ങൾ വർദ്ധിക്കും, ചൈനയ്ക്ക് സാമ്പത്തികമായും ഭൂമിശാസ്ത്രപരമായ അധിനിവേശം സാധിക്കും, പാകിസ്ഥാനാണെങ്കിൽ മതപരമായ അധിനിവേശം ഉൾപ്പെടെ സാധിക്കും. ഈ അധിനിവേശത്തിന്റെ സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുക, അതിപ്പോ ശക്തനായിട്ട് ആരുണ്ടെങ്കിലും, മോദി അല്ല ആരായാലും, അതാണ് ഇന്ദിരാഗാന്ധി എതിർത്തതിന്റെ കാരണം അതാണ്. അടൽ ബിഹാരി വാജ്പേയിയുടെ ഗവൺമെന്റിനെ മറിച്ചിടാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം കൂടി ഒന്നിച്ചു. ആദ്യമായിട്ട് ഈ വൈദേശിക ശക്തികൾ ചൈനയും അമേരിക്കയും പാകിസ്ഥാനും ഒന്നിച്ചു നിന്നിട്ട് ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് ശ്രമിക്കുകയും പകര സംവിധാനം ഉണ്ടാക്കിയതും ആ തെരഞ്ഞെടുപ്പിലാണ്. അപ്പൊ ആരാണ് ഭാരതത്തിനെ ശക്തമായി നയിക്കാൻ കഴിയുന്നതെന്ന് അവർക്ക് വ്യക്തമാകുന്നു, ആ ആളെ എതിർക്കാൻ വേണ്ടി അവർ നിൽക്കും. നാളെ വേറൊരു സർക്കാർ വന്നാൽ അവരെ എതിർക്കും. താങ്കൾ പറയുന്ന ഈ അമേരിക്കയും ചൈനയും ഇപ്പോൾ അവരൊരു ആഗോള തലത്തിലുള്ള ഒരു നോക്കിക്കഴിഞ്ഞാൽ 2 ധ്രുവങ്ങളിലായിട്ട് നിൽക്കുന്ന 2 രാജ്യങ്ങളാണ്. അവർ പോലും ഈ ഒരു കാര്യത്തിൽ ഒരുമിക്കുന്നു എന്നാണോ? ദർ ഇസ് എ മീറ്റിംഗ് പോയിന്റ്. അവർ മാത്രമല്ല, ഞാൻ പാകിസ്ഥാനും പറഞ്ഞില്ലേ, പാശ്ചാത്യ ശക്തികളും ചൈനയും പാകിസ്ഥാനും ഒന്നിച്ചു നിൽക്കുന്ന എന്താണെന്ന് പറഞ്ഞാല്, ഈ ഒന്നിച്ചു നിൽക്കുമ്പോൾ അവരുടെ ആന്തരിക സംഘർഷങ്ങൾ വേറെ, എന്നാലും പൊതുവെ അവർ വെല്ലുവിളി, ഒരു പൊതു ശത്രു അല്ലെ പൊതു വെല്ലുവിളിയെ നേരിടാൻ വേണ്ടി ഇപ്പൊ ഒന്നിച്ചു നിൽക്കുന്നു. അധിനിവേശം വിജയിച്ചു കഴിഞ്ഞാല് പിന്നെ തമ്മിലടിക്കാം. 2ാം ലോകയുദ്ധം കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായത്? സോവിയറ്റ് യൂണിയനും ഇംഗ്ലണ്ടും എല്ലാം ഒന്നിച്ചെല്ലുന്നത്. യുദ്ധം കഴിഞ്ഞപ്പോൾ മട്ടുമാറിയില്ലേ എന്ന് പറഞ്ഞതുപോലെ ഒരു പൊതുശക്തി വളർന്നു വരുന്നു. അതെല്ലാ അർത്ഥത്തിലും സ്ഥാപിച്ചു. ഇനി വേറൊന്നുകൂടെ പറയാം, ഈ വിജയം ഭാരതത്തിന് ഇങ്ങനെയൊക്കെ അവർ ചെയ്തു കഴിഞ്ഞിട്ടും നമ്മൾ 2019 കാര്യം കണ്ടു. 19 ആദ്യത്തെ ഒരു മാർച്ച് മാസം വരെ, ജനുവരി ടു മാർച്ച് വരെ മോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് നമ്മളൊക്കെ കരുതുന്ന ഡൊണാൾഡ് ട്രംപ് പോലും വളരെ കോഷ്യസ് ആയിരുന്നു, സൂക്ഷിച്ചായിരുന്നു. മോദിയോട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മടിച്ച് തന്നെ നിൽക്കുമായിരുന്നു. ആ മോസ്റ്റ് ഫേവേർഡ് നേഷൻ്റെതും ആ ഒരു ചില വാണിജ്യ ഘടകങ്ങളുടെ പേരുള്ള സന്ധിയൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ആവട്ടെ നിൽക്കുമായിരുന്നു. പക്ഷെ പുൽവാമ സംഭവിച്ചു. പുൽവാമയ്ക്ക് ശേഷം ബാൽക്കോട്ട് തിരിച്ചടി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്ഥിതി മാറിയെന്ന് മാത്രമല്ല, ട്രംപ് ഇടപെട്ടാണ് ആ സൗദി അറേബ്യയെ കൊണ്ടിട്ട് പാകിസ്ഥാന്റെ മേളിൽ സ്വാധീനം ചെലുത്തിയതുവരെ. അപ്പൊ അങ്ങനെ വിജയിക്കുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് തോളത്ത് കൈയിട്ടിട്ട് വീണ്ടും പഴയ സൗഹൃദം സ്ഥാപിക്കും. ഇപ്പോഴും അമേരിക്കയുടെ ഒരു കണക്കൂട്ടൽ രീതിയിലാണ് പോകുന്നത്. ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പം നമ്മൾ രാജ്യങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. രാജ്യങ്ങൾ കൂടാതെ ഇപ്പോൾ ചില മാധ്യമ സ്ഥാപനങ്ങൾ, ഒന്ന് വാഷിങ്ടൺ പോസ്റ്റ്, ന്യൂയോർക്ക് ടൈംസ്, അതുപോലെ BBC-യുടെ ഒരു ഡോക്യുമെൻ്ററി ദ മോദി ക്വസ്റ്റ്യൻ, അതായിരുന്നു ഒരു പക്ഷേ ഇതിൻ്റെ ആദ്യത്തെ ഒരു ഇത്. ഇപ്പോൾ BBC, ആംനസ്റ്റി ഇൻ്റർനാഷണൽ UK ബേസ്ഡ്, ഫോർബിഡൻ സ്റ്റോറീസ്, അത് ഫ്രാൻസ് ബേസ് ചെയ്തിട്ടുള്ള മറ്റൊരു സംഘടന. ഇവരും ഒരു 17 അന്താരാഷ്ട്ര മീഡിയ ഓർഗനൈസേഷൻസും ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ട് എന്നൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് ഉറപ്പിക്കാനായിട്ടില്ല, പക്ഷേ അങ്ങനെ ഒരു റിപ്പോർട്ടുണ്ട്. അപ്പോൾ മാധ്യമ സ്ഥാപനങ്ങൾ ഇക്കാര്യത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. കാരണം ഒരു കാര്യം, ഇപ്പം അടുത്ത 2 ദിവസം പുറത്തു വന്ന റിപ്പോർട്ടാണ്. ന്യൂയോർക്ക് ടൈംസിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള എഡിറ്റേഴ്സ് സ്വപൻ ദാസ് ഗുപ്തയുടെ ആർട്ടിക്കിൾ എഴുതാൻ ആവശ്യപ്പെട്ടു. ആദ്യം അദ്ദേഹം സ്വാഭാവികമായിട്ടുള്ള വീണ്ടും നിർബന്ധിച്ചു. ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റ് സ്വപൻ ദാസ് ഗുപ്ത. ഇവരുടെ നിർബന്ധം കാരണം അദ്ദേഹം എഴുതി കൊടുത്തു. സാധനം കിട്ടിയപ്പോഴത്തേക്ക് അവർ വിളിച്ചിട്ട് ഞങ്ങളുടെ എഡിറ്റോറിയൽ പോളിസി അനുസരിച്ചിട്ട് ഇത് കൊടുക്കണ്ടെന്ന്. കാരണം ആർട്ടിക്കിളാണ്. ഇവരുദ്ദേശിച്ചത് ഇവരുടെ ഒരു നറേറ്റീവിന് അനുകൂലമായിട്ട് ഗുപ്തയുടെ എഴുതുമെന്നല്ല, അദ്ദേഹം എഴുതി എന്തിനകത്തുനിന്നെങ്കിലും ഒരു നറേറ്റീവ് അങ്ങനെ എടുക്കാൻ വേണ്ടിയാണ് ചങ്ങ ചെയ്തത്.
പക്ഷെ അനുഭവത്തിൽ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം എഴുതി കൊടുത്തത് വളരെ കൃത്യം. അദ്ദേഹം എഴുതിനകത്ത് പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അതെല്ലാം എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് പറഞ്ഞു സോറി, കൊടുത്തില്ല, റിഗ്രറ്റ് ചെയ്തു. അപ്പൊ ഈ പറഞ്ഞു വന്ന ഈ മാധ്യമ ഗ്രൂപ്പുകളുണ്ടല്ലോ, ഇവരെല്ലാം കൂടി ഒരു പോളിസി എടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതിന് കാരണമുണ്ട്. പ്രത്യേകിച്ചും വെസ്റ്റേൺ മീഡിയ ഒരു കാലത്ത് BBC-യുടെ കാര്യം പറഞ്ഞല്ലോ. BBC-യുടെ കാര്യം പറയുമ്പോൾ ഞാനൊരു കാര്യം ഓർത്തു പോവുകയാണ്. പ്രേക്ഷകര് ആ കാര്യം ഒന്ന് കേട്ടുകൊള്ളട്ടെ. അടിയന്തരാവസ്ഥയിൽ ജോർജ് ഫെർണാണ്ടസിനെ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒളിവിലായിരുന്നു. പിടിച്ചു കഴിഞ്ഞാൽ അന്നേരം കൊന്നേക്കാനായിരുന്നു നിർദ്ദേശം, ഇന്ദിരയുടെ നിർദ്ദേശം. അത് ശാരദാ പ്രസാദിന്റെ മകനാണ്, അദ്ദേഹത്തിന്റെ മകനാണ് ആർട്ടിക്കിള് ഈ കാര്യം എഴുതിയിരിക്കുന്നത്. NK ശേഷനും ശാരദാ പ്രസാദും കൂടെ എങ്ങനെയാണ് ഈ ജോർജ് ഫെർണാണ്ടസിനെ രക്ഷപ്പെടുത്തുന്നുള്ള ചരിത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കട്ട് ചെയ്ത് പറയുക. കൽക്കട്ടയിലെ ഫെർണാണ്ടസ് കസ്റ്റഡിയിലായി. ഇൻസിഡന്റിൽ ആ സമയത്ത് ഇന്ദിരാഗാന്ധി ഇവിടെ ഇല്ലാതായിപ്പോയി. അവൻ ഇന്ദിരാഗാന്ധി സോവിയറ്റ് യൂണിയനിൽ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി പോയിരിക്കുക. അതുകൊണ്ട് നേരത്തെ പറഞ്ഞിട്ടെങ്കിലും ഒരു സെക്കൻഡ് കൺഫർമേഷൻ പറ്റാതെ വന്നു. അപ്പൊ അങ്ങേക്ക് അറിയാമല്ലോ, only for your eyes എന്ന് മാർക്ക് ചെയ്ത ഒരു റിപ്പോർട്ട് അങ്ങോട്ട് അയച്ചു കൊടുത്തു. only for your eyes, അത്രയ്ക്ക് ടോപ്പ് കോൺഫിഡൻഷ്യൽ അറിയാമല്ലോ. അതിനകത്ത് ഇങ്ങനെ ഫെർണാണ്ടസിനെ കിട്ടിയപ്പോഴൊക്കെ അയച്ചു കൊടുത്തു. ഈ വിവരം പറഞ്ഞ് NK ശേഷൻ ശാരദ പ്രസാദിന് ഷെയർ ചെയ്തു. ശാരദ പ്രസാദ് അത് മാതൃഭൂമിയിലെ VK മാധവൻകുട്ടിക്ക് ഷെയർ ചെയ്തു. മാധവൻകുട്ടി സെൻസറിപ്പ് കാരണം കൊണ്ട് പബ്ലിഷ് ചെയ്യാൻ വയ്യാത്തോണ്ട് BBC-ക്ക് കൊടുത്തു. BBC ആണ് അത് ലോകം മുഴുവൻ വാർത്തയാക്കി. അങ്ങനെ വാർത്ത വന്നപ്പോഴത്തേക്ക് പിറ്റേ ദിവസം യൂറോപ്യൻ പത്രങ്ങളൊക്കെ ജോർജ് ഫെർണാണ്ടസ് അറസ്റ്റ് എന്ന് പറഞ്ഞു. അറസ്റ്റ് ചെയ്ത ആളിനെ പിന്നെ കൊല്ലാൻ പറ്റുകയല്ലോ. അങ്ങനെ രക്ഷപ്പെട്ടു. അങ്ങനെ ഒരു പോസിറ്റീവ് റോള് വഹിച്ചിട്ടുള്ള സംഗതിയായി BBC. അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. വേറൊരു കാര്യം ഓർത്തു, സഞ്ജയ് ഗാന്ധി ഇന്ദിരാഗാന്ധി 6 പ്രാവശ്യം അടിച്ചത് BBC ആണ്. അല്ലല്ല, അത് ന്യൂയോർക്ക് ടൈംസിലെ ഒരു അദ്ദേഹത്തിന്റെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയ ശേഷമാണ് ആ വാർത്ത. പുലിസ്റ്റർ അവാർഡ് മേടിച്ച ആളാണ്. ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയിട്ടാണ് അദ്ദേഹം ആ വാർത്ത കൊടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞ അതോറിറ്റേറിയൻ സാഹചര്യങ്ങളില് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ പുറത്തു കൊണ്ടിരുന്നതിന് പോസിറ്റീവായിട്ടുള്ള റോള് മീഡിയ വഹിക്കണം, യാതൊരു സംശയമില്ല. അത് ഇന്ത്യയിലാണെങ്കിലും വേറൊരിടത്താണെങ്കിലും. പക്ഷെ ചെയ്യുന്നത് അതല്ല. ഒരു ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടി, ഒരു തെരഞ്ഞെടുപ്പിന്റെ ക്രെഡിബിലിറ്റി, ഇപ്പോഴത്തെ കാര്യത്തിൽ ഏറ്റവും പ്രധാന പ്രശ്നം എന്നാന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്താന്ന് പറഞ്ഞാല് മോദിയെ തോപ്പിക്കുക എന്നുള്ളത് നടക്കുകയെന്ന് കൃത്യമായിട്ട് അവർക്കറിയാം. 2024 ഇലക്ഷൻ റിസൾട്ട് ഇറ്റ് ഈസ് നോൺ ടു ദം, അവർക്കറിയാം. അവരിപ്പോ ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ഇവിടെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുക. ഇത് ശരിയായ തെരഞ്ഞെടുപ്പ് രീതിയല്ല. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പറയുന്ന ടൂൾ കിറ്റ് ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആ ടൂൾ കിറ്റ് അവർക്കും വേണം. പക്ഷെ അവർ പറയുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അതും നമ്മൾ പരാമർശിക്കേണ്ടതാണ്. ഒന്ന്, ഇന്ത്യയിൽ ജനാധിപത്യ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ വളരെ ക്ഷീണിപ്പിക്കുന്നു. ഇന്ത്യയിൽ ഇപ്പോൾ ഒരു സ്വേച്ഛാധിപത്യ ഭരണത്തിലേക്കാണ് ഇന്ത്യ നീങ്ങുന്നത്. ഇത്തരം ആരോപണങ്ങളാണ് പറയുന്നത്. അതിനെ എങ്ങനെ ഈ ആരോപണങ്ങൾ എന്ന് പറയുന്നത് ഭരണഘടനയെ അട്ടിമറിക്കും. അത് ഇവിടുന്നുള്ളവർ കൊടുക്കുന്നതാണ് സംഗതി ഒന്ന്. രണ്ടാമത് വേറെ ഒന്ന്, ഇത് പറയുന്ന എല്ലാവരും ഈ ഒരു ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെന്റ്, അതായത് ഇവിടെ അട്ടിമറിക്കായിട്ടില്ല. സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഒന്ന് പറയട്ടെ. ഇലക്ഷൻ കമ്മീഷൻ, ജുഡീഷ്യറി, ഇതെല്ലാം നേരത്തെക്കാട്ടി സുതാര്യമാണ്, പണ്ടുള്ളതിൽ സുതാര്യമാണ്. യാതൊരു തർക്കവും അക്കാര്യത്തിൽ വേണ്ട. വേറെ ഒരു ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി 2023 ഇപ്പോൾ വിവാദത്തിൽപ്പെട്ടിരിക്കുന്ന ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്ന സ്ഥാപനം അറിയാമല്ലോ. ചൈനീസ് ഫണ്ട്, അമേരിക്ക വഴി ചൈനീസ് ഫണ്ട് മേടിച്ച് രാജ്യദ്രോഹ പ്രവർത്തനം നടത്തി എന്നാണ് ന്യൂസ് ക്ലിക്കിന്. അവരുടെ ഒരു അനിന്ദ ദേ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ലേഖനം ഞാൻ കണ്ടു കഴിഞ്ഞ വർഷം ഫെബ്രുവരി. അതിൽ അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന ഇൻ്റർനാഷണൽ കോൺസ്പിറസി ഉണ്ട് ഭാരതത്തിനെതിരെ എന്ന് പറയുന്നത് ശുദ്ധ ഭോഷ്കാണ്. കാരണം ഭാരതം ഈ പറയുന്നത് പോലെ ഒരു സാമ്പത്തിക ശക്തിയായിട്ടോ ഒരു മിലിറ്ററി ശക്തിയായിട്ടോ ഒന്നും ഉയരാൻ പോകുന്നില്ല. ഭാരതം ആ ഒരു ലെവലിൽ എത്തിയിട്ടില്ല. ചൈനീസ് എക്കോണമിയുമായിട്ടും അമേരിക്കൻ എക്കോണമിയുമായിട്ടും ഒക്കെ താരതമ്യം ചെയ്യുമ്പോൾ ഭാരതം ഒരിടത്തും എത്തിയിട്ടില്ല. ഇങ്ങനെ ഒരു വലിയ ശക്തിയൊന്നുമല്ല ഭാരതം. ഈ രാജ്യത്തിനെതിരെ എന്തിനാണ് ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്തേണ്ട ആവശ്യം എന്നാണ് അനിന്ദ ഡേ എന്ന് പറയുന്ന ആള് ന്യൂസ് ക്ലിക്കിൽ ചോദിച്ചിരിക്കുന്നത്. അനിന്ദ ഡേ ആ കാര്യം ചോദിക്കേണ്ടത് നമ്മളോടല്ല, ചൈനയോടാണ് ചോദിക്കേണ്ടത്.
അതെ. ഈ ഭാരതം ഒരു ശക്തി അല്ലെങ്കിൽ ഇത്രയും കാശ് തന്ന് ഞങ്ങളെ എന്തിനെ പണി ചെയ്യിപ്പിക്കും, ഇത്രയും ഫണ്ട് തന്ന് ഞങ്ങളെ എന്തിനെ കൊണ്ട് എന്തിനെ പണി ചെയ്യിപ്പിക്കണം അങ്ങോട്ട് ചെറിയ ചോദിക്കാം. പൈസയൊന്നും അല്ല. അപ്പൊ ഇത് ഫണ്ട് വാങ്ങിച്ചിട്ട് ചൈനയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നവര് അവര് മാധ്യമത്തിന് മാത്രമല്ല, അതെ, പ്രത്യേകിച്ചും ഇന്ത്യയിലുള്ളത് എല്ലാ സമരങ്ങൾക്കും ഫണ്ട് ചെയ്യുന്നതിന് അവർ തയ്യാറാണ്. ചൈനയുടെ ഫണ്ട് എടുക്കുന്ന വഴി ഏതാ? അതോടെ നിൽക്കട്ടെ. ഇനി ശക്തിയാണോ എന്ന് ചോദിച്ചില്ലേ, ഒരൊറ്റ ഉത്തരം മതി ഇതിന്. നരേന്ദ്രമോദി വന്ന കാലം അങ്ങ് മറക്കാം. 2014 നമ്മുടെ അണുപരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് 2004 ആ കണ്ടെടുത്ത് അടൽജിയുടെ ഭരണകാലത്ത് അണുപരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട എതിർപ്പിന്റെ പേരില് ക്ലിന്റൺ ഭരണകൂടം നമ്മൾക്ക് സാങ്ഷനാക്കി, എക്കണോമിക് സാങ്ഷൻ, സാമ്പത്തിക നിരോധനം ഏർപ്പെടുത്തി. ആ നിരോധനം ഏർപ്പെടുത്തിയതിനു ശേഷം ഒരിക്കൽ പോലും ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങോട്ട് ഇന്ന് ആവശ്യപ്പെട്ടിട്ടില്ല ഈ നിരോധനം മാറ്റിത്തരണമെന്ന്. എന്തുകൊണ്ടാണ് അത് മാറ്റിക്കൊടുത്തത്? എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് താണു വീണ് കേണൊന്നും അപേക്ഷിക്കാതെ ആ നിരോധം മാറ്റിയതിന്റെ കാരണം എന്താണെന്ന് ഈ പറയുന്ന ലേഖകനൊന്ന് പഠിച്ചാൽ മതി. അവർക്ക് ഭാരതത്തെയാണ് ആവശ്യം. ഭാരതത്തിന് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഭാരതീയ സാമ്പത്തിക വ്യവസ്ഥയിലെ എഫക്റ്റീവ് ഡിമാൻഡ് എന്ന എക്കണോമി പറയുന്ന സംഗതി, നമ്മുടെ വാങ്ങൽ ശേഷി, ജനസംഖ്യയും അതും വികസന രാജ്യത്തിന്റെ, അന്ന് വികസനം എന്ന് പറഞ്ഞാൽ മതി, രാജ്യത്തിന്റെ വാങ്ങൽ ശേഷിയും ഇപ്പൊ തന്നെ കാണാൻ വയ്യേ. ഫ്രാൻസും അമേരിക്കയും റഷ്യയും എല്ലാം പരസ്പരം മത്സരിക്കുകയാണ്. അതെ അതെ. ഭാരതത്തിന്റെ കൊണ്ട് വാണിജ്യ ഇടപെടൽ അവർക്ക് മുതലെടുക്കാൻ വേണ്ടി. ഇപ്പൊ യൂറോപ്യൻ യൂണിയന്റെ പ്രതിനിധി ഭാരതത്തിൽ വന്നിട്ടുണ്ട്. ഇംഗ്ലണ്ട്, അദ്ദേഹവും ഇത് തന്നെയാണ് പറയുന്നത്. യൂറോപ്പിൽ നിന്ന് പുറത്തു പോയെങ്കിൽ ഇംഗ്ലണ്ടും വരുന്നുണ്ട്. എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ ശ്രമിക്കുമ്പോഴേ. അതെ അതെ. ഭാരതം ഒന്നും അല്ലെങ്കിൽ പിന്നെ എന്തിനാണ്? പിന്നെ വേറെ ഈ മനുഷ്യൻ കണ്ടിട്ടുണ്ടാവില്ല. അതായത് 11 നിന്ന് 5 കയറി, 5 നിന്ന് GDP അടിസ്ഥാനത്തിൽ മുകളിലോട്ട് പോകുന്നു. അതിലും പ്രധാനമായിട്ട് പർച്ചേസിംഗ് പവർ പാരിറ്റിയില് ഭാരതം നേരത്തെ തന്നെ മുന്നോട്ട് പോയിരിക്കുന്നു. ഇതൊക്കെ കണക്കാക്കാതെ പറയുന്നത് എന്താന്ന് പറഞ്ഞാല് ഭാരതത്തെ ചെറുതാക്കി കാണിക്കുന്നതാണ് ഇവരുടെയൊക്കെ ബിസിനസ്. അത് തന്നെയാണ്, അത് ബിസിനസ്സും അത് ന്യൂസ് ക്ലിക്ക് ആയതുകൊണ്ട് നമുക്കത് വളരെ വ്യക്തമായിട്ട് വരദരാജന്റെ വയറിന് ലയറെന്ന് വേണം വേറൊരു പേര് പറയാം. ഇവരുടെ എല്ലാം ലക്ഷ്യം അതാണ്. തീർച്ചയായിട്ടും. ഒന്നും വേണ്ട. അവസാനം ഒരു കാര്യം ഉണ്ടായിരിക്കുന്നു. ബ്ലൂംബർഗ് അവര് പിന്നെ ഇംഗ്ലണ്ടോട് ആവശ്യപ്പെട്ടിരിക്കുക, നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന്. അല്ല, അമേരിക്ക ജോ ബൈഡൻ എന്തെങ്കിലും ചെയ്യണമെന്ന്. അവരെന്ത് അവരുടെ പ്രധാനമന്ത്രി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയോട് ചോദിക്കുക ഈ ആവശ്യം ഉന്നയിക്കാത്ത. തീർച്ചയായിട്ടും. കാരണം എല്ലാവർക്കും അവരവരുടെ താല്പര്യം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇടപെട്ട് ബ്രിട്ടന്റെ താല്പര്യം കുളവാക്കണ്ട. ഇന്ത്യയോട് മുട്ടാൻ പേടിയാണ്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് വിദേശ ബന്ധങ്ങളുടെ പേരില്, വിദേശ ഇടപെടലുകളുടെ പേരില് മോദിയെ ഒഴിവാക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം വിശ്വബന്ധു എന്ന് പറയുന്ന ആ ബ്രദർലി റിലേഷന് വേണ്ടി മാത്രമേ മോദി ശ്രമിക്കുന്നുള്ളൂ. ആ മോദിയെ എന്ത് പറഞ്ഞാൽ എതിർക്കേണ്ടത്? തീർച്ചയായിട്ടും. നേരത്തെ പറഞ്ഞ ഈ അങ്ങ് വിശ്വബന്ധു എന്ന് പറഞ്ഞുകൊണ്ട് അനിൻഡ ഡേയുടെ ആ ലേഖനത്തിൽ പറയുന്നത് ഇന്ത്യ വിശ്വഗുരു ഒന്നും അല്ല എന്നാണ് പറയുന്നത്. വിശ്വഗുരു അല്ല എന്നാണ് പറയുന്നത്. സ്വന്തം രാജ്യത്തിനെതിരെ എങ്ങനെ ഇങ്ങനെ എഴുതാൻ സാധിക്കുമെന്നുള്ള ഒരു മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം. ആ വിശ്വഗുരുവും വിശ്വഗുരു എന്നുള്ള സാധനം അവിടെ ലക്ഷ്യമാണ്. അതെ അതെ. ബന്ധു ആയിരുന്നു ഒരു കാലത്ത്, ബന്ധു എന്ന് പറയുന്നത്. പിന്നെ വേറൊന്നുമുണ്ട്, എക്കണോമിക് പറഞ്ഞാൽ മനസ്സിലാക്കട്ടെ. ഈ ഒരു കാലത്ത് ലോക GDPയുടെ 25% ഇന്ത്യയിലായിരുന്നു, 23% ചൈനയ്ക്കായിരുന്നു. ഈ നമ്മുടെ ഇംഗ്ലീഷുകാർ ഇന്ത്യ വന്ന് 2 നൂറ്റാണ്ട് കൊണ്ട് 190 വർഷങ്ങൾ കൊണ്ട് 45 ട്രില്യനാണ് ഇവിടുന്ന് കൊണ്ടുപോയത്. അവരത് കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ പറയുക, ഇന്നും ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ എന്താകുമായിരുന്നു? ഇനി ഒരു കാര്യം കൂടെ ഇത് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭാരതത്തിൽ 3-4 കൂട്ടം ആളുകളുണ്ട്. വേണ്ട ഇൻപുട്ട് ഈ വിദേശ രാജ്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നവര്. ദൗർഭാഗ്യവശാല് നമ്മുടെ ഇരിക്കുന്ന സ്ഥലത്തെ MP ഡോക്ടർ ശശി തരൂരൊക്കെ അതിന് മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ശശി തരൂർ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലെ ഒരു പത്രത്തിൽ ആർട്ടിക്കിൾ എഴുതി. ആ ആർട്ടിക്കിളില് കാശ്മീരിനെ കുറിച്ച് പറഞ്ഞെന്താണെന്നറിയോ? ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റഡ് കാശ്മീർ. അങ്ങനെ എടുത്തു പറയേണ്ട കാര്യം എന്താണ്? എന്താ ആവശ്യമുള്ളത്? അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റഡ് കേരള എന്ന് പറയണം. അല്ല, അത് പാകിസ്ഥാനും അല്ലേ? നമ്മള് പറയുന്നത് നമ്മളുടേത്. പാകിസ്ഥാന്റെ കയ്യിലിരിക്കുന്ന കാശ്മീർ
ഒക്യുപ്പൈഡ് കാശ്മീർ, അത് പാക് ഒക്യുപ്പൈഡ് കാശ്മീർ. നമ്മളെ എതിർക്കുന്ന പാകിസ്ഥാന്റെ ഭാഷയാണ് തരൂരും ഉപയോഗിക്കുന്നത്. ഇത് മാത്രമല്ല, തരൂര് പക്ഷെ അത് നിഷേധിച്ചിട്ടുണ്ട്. തരൂര് പറഞ്ഞല്ല, അത് അവർ എഴുതി ചേർത്താന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ തിരുത്ത് ആവശ്യപ്പെടാൻ വയ്യേ. ബംഗ്ലാദേശ് ന്യൂസ് പേപ്പർ ഇദ്ദേഹത്തെ പോലെ ആൾ എഴുതി കൊടുത്തൊരു ഓപ്പണില് ഇങ്ങനെ തിരികെ കയറ്റെങ്കിൽ ഇത് ഞങ്ങളെ പറ്റി തെറ്റാണെന്ന് പറഞ്ഞ് എഴുതിക്കാൻ അപ്പോളജിയും ചോദിക്കേണ്ടതാണ്. ഇനി മേലെ ഞാൻ നിങ്ങൾക്ക് എഴുതി തരത്തുമില്ല, ഇത്ര കാര്യം പറയേണ്ടതാണ് തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഒന്നത് കൂട്ടർ, 2-3-4 കൂട്ടരുണ്ട് ഇവിടെ. നമ്മൾ നേരത്തെ പറഞ്ഞു വിദേശത്തുനിന്ന് ഇവിടെ വന്നിട്ട് എഴുതുന്നവര്. രണ്ടാമത് ഇവിടുത്തെ NGOs, അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഡേറ്റ കൊടുക്കുന്നത് NGOs. പിന്നെ ഇന്ത്യൻ ഒറിജിനലായിട്ട് വിദേശ രാജ്യത്തുള്ളവർ, അവരാണ് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഇമാതിരി കാര്യങ്ങൾ ചെയ്യുന്നത്. പിത്രോദ ഉൾപ്പെടെ. അതെ, പിട്രോഡ സാമ്പത്തിക നേട്ടത്തിനാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പിട്രോദ കൃത്യമായിട്ടും അവരുടെ അജണ്ട തന്നെയാണ് കീപ്പ് ചെയ്തു പോകുന്നത്. ഇതിന്റെ ഒരു അവസാനം കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനെ പ്രതിരോധിക്കാൻ ഇപ്പോൾ തീർച്ചയായിട്ടും പ്രചരണ വേദികളിലൊക്കെ പ്രധാനമന്ത്രി മോദിയും ഒക്കെ ഇതിനെക്കുറിച്ച് നിരന്തരം പറയുന്നുണ്ട്. പക്ഷെ അതിനപ്പുറം ഇത്തരം ഒരു വലിയ ഗൂഢാലോചനയെ പ്രതിരോധിക്കാൻ ഭാരതം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അത് ഫലവത്താകുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് സാധിക്കുമോ? അവിടെയാണ് നമ്മൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലിപ്പം അറിയേണ്ടത്. മാധ്യമങ്ങൾ ഈ കരൺ താപ്പർ ഇന്റർവ്യൂ ചെയ്തപ്പോഴും ഇന്ത്യയിലെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ വരിഞ്ഞു മുറുക്കി ഒറ്റപ്പെടുത്തി ആക്രമിച്ചപ്പോഴും ലോക മാധ്യമങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ നിന്നപ്പോഴൊക്കെ മോദി ഒരു സമാന്തര വഴി അന്വേഷിക്കുകയായിരുന്നു, ഒരു ഓൾട്ടർനേറ്റ് റൂട്ട് അന്വേഷിക്കുകയായിരുന്നു. ആ ഓൾട്ടർനേറ്റ് റൂട്ടാണ് ബാരക് ഒബാമയാണ് ആദ്യം യൂസ് ചെയ്തത്. അതായത് നമ്മുടെ സോഷ്യൽ മീഡിയയെ പരമാവധി ജനങ്ങളിലേക്ക് എത്തുന്നതിനും തൻ്റെ ആശയപ്രചരണത്തിൽ ഉപയോഗിച്ചത്. ലോകത്ത് ബാരക് ഒബാമ കഴിഞ്ഞാൽ അതിനെ എഫക്റ്റീവായിട്ട് ഉപയോഗിച്ച ആള് മോദിയാണ്. അതിന് കാരണമുണ്ട്. മോദിക്ക് ഒരു പ്രചാരകനായിട്ടിരുന്നത് കൊണ്ട് ആളുകളുടെ അടുത്ത് നേരെ ചെന്ന് കാര്യം പറയുന്നതിന്റെ ഗുണം അറിയാമായിരുന്നു. ഓരോ വ്യക്തിയെ നേരിട്ട് കണ്ട് കാര്യം പറയുന്നതിന്റെ ഗുണം അറിയാവുന്നത് കൊണ്ട് ആ കമ്മ്യൂണിക്കേഷൻ എന്ന സംഗതിക്ക് പുതുതായിട്ട് വന്ന സാഹചര്യം നേരിട്ട് കൺസേൺഡ് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്തിടത്താണ് നരേന്ദ്രമോദിയുടെ വിജയം. ആ വിജയമാണ് അന്ന് ട്വിറ്ററും എല്ലാ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചു. ലോകം അംഗീകരിക്കുന്ന, ലോകം ശ്രദ്ധിക്കുന്ന സാമൂഹിക മാധ്യമങ്ങളിലെ ഇൻഫ്ലുവൻസറായിട്ട് മാറി, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ട് മാറി. അത് ഇന്നും തുടരും. ഇന്നും അവിടെ വിജയിപ്പിക്കാൻ വേറെ ആർക്കും അതിനെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. മാത്രമല്ല, ആ ഒരു സംസ്കാരത്തിലേക്ക് ഭാരതം മൊത്തം വളർന്നു കഴിഞ്ഞപ്പം എന്ത് അടിസ്ഥാനമില്ലാത്ത കാര്യം എവിടെ പറഞ്ഞാലും പിറ്റേ ദിവസം അതിനെ ഖണ്ഡിക്കുന്നതിനുള്ള ഡേറ്റ ഇപ്പൊ അവൈലബിൾ അല്ലേ. പഴയതുപോലെ തെറ്റിദ്ധരിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിത്രം ഉണ്ടാക്കാനോ സാധ്യമല്ല. പിന്നെ വേറൊരു കാരണം ചോദിക്കട്ടെ, അതൊരു പക്ഷെ പൗരാണിക കാരണം കൊണ്ടായിരിക്കും. കൺക്ലൂഡ് ചെയ്യുന്നതിന് അതുകൂടെ ചോദിക്കാം. ഈ മാധ്യമ സാധ്യതകൾ ഞാൻ നേരത്തെ ചില കാര്യം സൂചിപ്പിച്ചു. അതായത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് മാധ്യമത്തെ ഉപയോഗിക്കാമെന്ന് പണ്ടേ കണ്ടുപിടിച്ചതാരാ? ഭാരതീയരാണ്. ഓർത്ത് നോക്കി, വാർത്ത അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പോഴും നാരദൻ എത്ര കെയർഫുൾ ആയിരുന്നു. വാർത്ത അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എപ്പോഴും അതിനെ യൂസ് ചെയ്തിരുന്നത് ധർമ്മത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള. ഒന്ന് ഓർത്ത് നോക്കി, ബാലി വെറുതെ അവിടെ നിന്ന് തപസ് ചെയ്യായിരുന്നു. അവിടെ ഒരു വിഷയം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ രാവണനോട് എന്ന് പറഞ്ഞു, ലോകം മുഴുവൻ നിങ്ങളെ ആരാധിക്കുമ്പോഴും നിങ്ങൾ വലിയ ആളാന്ന് പറയുമ്പോഴും ഒരു കക്ഷി പറയും നിങ്ങളൊരു ചുക്കുമില്ല എന്ന് പറയും. അത് ആരാ? അത് കിഷ്കിന്ധയിലെ രാജാവ് ബാലിയ. അയാൾ അവിടെ ഇരിപ്പുണ്ട്, ആ ദ്വീപിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചപ്പം ഈ നാരദനോട് അവിടെ ഈ വാർത്ത സംപ്രേഷണം ചെയ്യുന്ന ആളിന്റെ ചില വികൃതികളൊക്കെ ഉണ്ട്. നാരദനോട് ചോദിച്ചു, അത് ആ മലയ്ക്ക് അപ്പുറമാണോ ബാലി ഇരിക്കുന്നു ചോദിച്ചു. അയ്യോ, ആ മലയ്ക്ക് അപ്പുറമല്ല, ആ ഇരിക്കുന്ന മലയാ ബാലി എന്ന്. അപ്പൊ അന്നാണ് നമ്മൾ പിന്നീട് കണ്ട ഈ വാർത്ത കൊടുത്തതിന്റെ പേരിലാണ് ഇവര് തമ്മിൽ സംഘർഷമായി. ഈ കളിയിൽ പുറകെ നിൽക്കുന്നതും ഗതയും കൊണ്ട് ഇന്ന് ഭാര്യയെ വെല്ലുവിളിക്കാൻ ചെല്ലുന്നതും വാല ചുറ്റിപ്പിടിച്ച് സമുദ്രത്തെല്ലാം കൊണ്ട് മുക്കിയിട്ട് തിരിച്ചു സന്ധ്യ ഉണ്ടാകുന്നു. ഞാൻ പറഞ്ഞു വന്നത്, അതിശക്തനായ മലയ്ക്ക് തുല്യമായ ഇളകാൻ സാധ്യതയില്ലാത്ത പുരാണത്തിലെ ഭാര്യയെ പോലല്ല,
അതെ ഭരണപക്ഷത്ത് നിൽക്കുന്ന ശക്തനായ വ്യക്തിയാണ് നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയുടെ ആവശ്യമില്ലാതെ എന്ന് വെല്ലുവിളിക്കാൻ പോയിട്ട് ലോകമാധ്യമങ്ങളാണെങ്കിൽ പോലും ഞാൻ പറയുക, അവർക്കെല്ലാം സ്വയം തിരുത്തേണ്ടി വരും. ഭാരതത്തിലെ ജനാധിപത്യത്തെ മോദി മാത്രമല്ല, ജനാധിപത്യത്തെ ആക്രമിക്കുന്ന ആ ശൈലിയെ ഒരു കാര്യം ഓർക്കണം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഭാരതമാണ്. തെരഞ്ഞെടുപ്പിന്റെ പ്രോസസ്സ് പോലും ഇത്രയും വ്യക്തമായിട്ട് വേറെ എങ്ങുമില്ല. ജോർജ് ബുഷ് ജൂനിയറിന്റെ ഇലക്ഷന് നമ്മൾ അമേരിക്കയിലെ അവസ്ഥ കണ്ടതാ. ട്രംപ് ഈ ബൈഡൻ മത്സരത്തിന് ശേഷമുള്ള അവസ്ഥ നമ്മൾ കണ്ടതാണ്. അവിടെയാണ് നിരക്ഷരരാണെന്ന് പോലും പറയുന്ന ഇത്രയും വലിയ ജനസംഖ്യ വോട്ട് ചെയ്യുന്നിടത്ത് നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എവിടെയെങ്കിലും ചെറിയ 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 കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ എന്നിട്ടോ അതിനെ ഉയർത്തി കാണിക്കും. പക്ഷെ EVM പോലുള്ള സംവിധാനത്തിൽ കൂടെ തെരഞ്ഞെടുപ്പിനെ സുതാര്യവും സാങ്കേതിക മികവുള്ളതാക്കാൻ നോക്കുന്നതിനെ അപലപിക്കുകയും ചെയ്യും. ഈ രണ്ട് പണി എന്തായാലും നടക്കില്ല. സങ്കീർണവുമാണ്, എന്നാൽ കോൺട്രഡിക്ടറിയുമാണ്. അപ്പൊ അതുകൊണ്ട് അവസാനം വിജയം ഭാരതത്തിന്റെ ആയിരിക്കും, ഭാരതീയ ദേശീയതയുടെ ആയിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെ ഈ ചർച്ച അവസാനിപ്പിക്കാം. പക്ഷേ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയോ അല്ലെങ്കിൽ BJPയുടെ രാഷ്ട്രീയത്തിനെതിരെയോ അല്ല ഈ ആഗോളതലത്തിൽ ഇത്തരമൊരു സംഘടിതമായ ശ്രമം നടക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ഭാരതം എന്ന രാജ്യത്തിനെതിരെ തന്നെയാണ്. അത് മനസ്സിലാക്കാൻ ഒരുപക്ഷെ രാഷ്ട്രീയത്തിനും മറ്റെല്ലാ വ്യത്യാസങ്ങൾക്കും അപ്പുറം ഭാരതീയർക്ക് അത് മനസ്സിലാകേണ്ട, അത് ബോധ്യം വരേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ഈ വിഷയം എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് അവസാനിക്കുന്ന ഒരു വെല്ലുവിളി അല്ല താനും. മറ്റൊരു വിഷയവുമായി വീണ്ടും അടുത്തയാഴ്ച കാണാം. നന്ദി, നമസ്കാരം.